വയനാട്ടിൽ അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന് പോലും ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ തിരുവനന്തപുരം കേന്ദ്രം പ്രവചിച്ചിരുന്നില്ല എന്ന് ന്യൂസ് മലയാളത്തിന് കിട്ടിയ രേഖകൾ വ്യക്തമാക്കുന്നു. ഉരുൾപൊട്ടൽ സാധ്യതാ മുന്നറിയിപ്പ് കേരളത്തിന് നൽകി എന്ന കേന്ദ്ര സർക്കാർ വാദം തള്ളുന്നതാണ് ലഭ്യമായ തെളിവുകൾ. मैं सदन के सामने स्पष्टता करना चाहता हूं 23 जुलाई को केरल सरकार को अर्ली वार्निंग भारत सरकार की ओर से दी गई थी. ഇതാണ് ഞാൻ പറഞ്ഞ ആ ചിത്രം. ഇതിൽ ഈ ഏറ്റവും അടിയുള്ളത് ലോ പോസിബിലിറ്റി ഓഫ് ഒക്കറൻസസ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ്, എ ഫ്യൂ സ്മോൾ ലാൻഡ് സ്ലൈഡ് മേ ഒക്വർ. അതാണ് ഈ ഏറ്റവും അടിയിലുള്ള ഭാഗം. ഇതാണ് അന്ന് നമുക്ക് കിട്ടിയ മുന്നറിയിപ്പ്. ഇതൊന്നും കുറ്റപ്പെടുത്താൻ ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മളാണ് ഭയങ്കര കേവന്മാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു സംഭവം നമുക്ക് പറ്റിയിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാർലമെന്റിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ചോദിച്ചത് ആവശ്യത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടും എന്തു ചെയ്തു എന്നാണ്. മഴ പെയ്യുമെന്ന പതിവ് വാർത്താക്കുറിപ്പല്ലാതെ മറ്റെന്താണ് നൽകിയതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുചോദ്യം. വയനാട്ടിൽ അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന് പോലും ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ തിരുവനന്തപുരം കേന്ദ്രം പ്രവചിച്ചിരുന്നില്ല എന്നാണ് ന്യൂസ് മലയാളത്തിന് കിട്ടിയ രേഖകൾ. കഴിഞ്ഞ മാസം 25-ന് തിരുവനന്തപുരത്തെ കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കിയ മുന്നറിയിപ്പാണിത്. 25 മുതൽ 31 വരെ ദിവസത്തെ മഴയാണ് പ്രവചിക്കുന്നത്. 29-നാണ് വയനാട്ടിൽ ഉരുൾപൊട്ടിയത്. 25 മുതൽ ലാർജ് എക്സസ് അഥവാ അതിതീവ്ര മഴ പെയ്യുമെന്ന് പറയുന്ന പട്ടികയിലുള്ളത് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ ജില്ലകൾ. മുന്നറിയിപ്പിന്റെ അല്പം ഗൗരവം കുറഞ്ഞ നിലയിലാണ് എക്സസ് റെയിൻ അഥവാ തീവ്രമഴ. ആ പട്ടികയിലാണ് ആലപ്പുഴയും എറണാകുളവും കാസർഗോഡും കോട്ടയവും പത്തനംതിട്ടയും. അത് കഴിഞ്ഞാണ് വയനാടിന്റെ സ്ഥാനം. അതുമാത്രമല്ല, വയനാട്ടിൽ ഭയപ്പെടുത്തേണ്ട എന്തെങ്കിലും സാഹചര്യമുണ്ടെന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നില്ല. ഈ കാലവർഷക്കാലത്ത് കണ്ണൂരും മാഹിയിലും മാത്രമാണ് സാധാരണയിൽ കവിഞ്ഞ് മഴ പെയ്തതെന്നും ഇതേ രേഖയിലുണ്ട്. ആലപ്പുഴ മുതൽ വയനാടും ലക്ഷദ്വീപും വരെ സാധാരണ ലഭിക്കേണ്ട മഴ മാത്രം. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ കുറവ് മഴയും. 30-ന് മാത്രമാണ് കേരളത്തിന് റെഡ് അലർട്ട് നൽകിയതെന്ന് ഇന്നലെ IMD ഡയറക്ടർ സ്ഥിരീകരിച്ചിരുന്നു. അമിത്ഷായുടെ ആരോപണവും മുഖ്യമന്ത്രിയുടെ മറുപടിയും വിവാദമായതിനു പിന്നാലെയായിരുന്നു IMD ഡയറക്ടറുടെ സ്ഥിരീകരണം. ടീം ന്യൂസ് മലയാളം, വയനാട്.